What's up guys, welcome back to my channel EACreation. It's me Abhishek. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതെന്താണ് അൺബോക്സ് ചെയ്യുന്നുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പാടായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹെഡ്ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അതിന് ശേഷം എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ട സാധനം, നമ്മുടെ ഐറ്റം അൺബോക്സ് ചെയ്യേണ്ട സാധനം പോയി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം.
ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ സ്പെക്സും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഇനി പറയാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രോബ്ലമാണ് ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അതായത് വെച്ചാൽ ഏതെങ്കിലും ഒരു കീ ജാമായിട്ട് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഒരു കീ തന്നെ ഇങ്ങനെ പ്രസ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടൊരു എന്തെങ്കിലും ടാസ്ക് നമുക്ക് ലാപ്ടോപ്പിലോ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, 2 ഫ്രണ്ട്സ് സെയിം ലാപ്ടോപ്പ് സെയിം കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിലൊരാളുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് അയാളെ നന്നാക്കാൻ കൊടുത്തു. വേറൊരാളുടെ ലാപ്ടോപ്പിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് ലാപ്ടോപ്പിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ അതാണ് അസ്യൂസിൻ്റെ ഈ ലാപ്ടോപ്പിലും പ്രോബ്ലംസ് ആയിട്ട് പറയാനുള്ളൂ. അല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബൂട്ടിംഗ് സ്പീഡും ഫിംഗർ പ്രിൻ്റ് വെച്ച് സ്കാൻ ചെയ്ത് നമ്മൾ ലോക്ക് അഴിക്കുകയാണെങ്കിലും നല്ല പെട്ടെന്ന് തന്നെ ലോഡായി വരും. അതുകൊണ്ട് തന്നെ സ്പീഡിൻ്റെ കാര്യത്തിൽ വേറൊന്നും വിഷയമില്ല. 512 SSD ഉള്ളതുകൊണ്ട് നല്ല ഒരു സ്പീഡായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഈ ഇതുപോലൊരു ലാപ്ടോപ്പിൻ്റെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ്, നിങ്ങളുടെ ലാപ്ടോപ്പ് ഏതാണോ ആ ലാപ്ടോപ്പിൻ്റെ കമ്പനിക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിൽ വേണം ഇത് നന്നാക്കാൻ കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാറൻറ്റി കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഇതുപോലൊരു പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കീബോർഡ് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ഡയഗ്നോസ് ചെയ്തിട്ട് ഏത് കീയിലാണോ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ പ്രോബ്ലം ആ ഒരു കീയുടെ ആക്ഷൻ ഡിസേബിൾ ചെയ്തിടുക. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് പോസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റ ബൈ ബൈ.